കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടരുകയാണ്. രാത്രി 12 വരെയാണ് ഹർത്താൽ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഹാർബറുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. KV രാഹുൽ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് നമുക്ക് വിവരങ്ങളുമായി. മറ്റൊന്ന് രഘുനാഥാണ്. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നാണുള്ളത്. പിന്നെ കൊല്ലം ജില്ലയിൽ നിന്നും കണ്ണൻ നായരും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവർ 3 പേരും വിവരങ്ങൾ പങ്കുവയ്ക്കും. നമുക്ക് ഏറ്റവും ആദ്യം KV രാഹുലിലേക്ക് പോവാം. കോഴിക്കോടാണുള്ളത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീരദേശത്ത് ഹർത്താലിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. മലബാറിലെ മത്സ്യബന്ധന മേഖല പൂർണ്ണമായും ഹർത്താലിനോട് യോജിച്ചു നിൽക്കുകയാണ്. ബേപ്പൂർ ഹാർബറിലാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഹാർബറാണ്. ഏറ്റവും അധികം ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഹാർബറാണ്. ഇവിടെ ബോട്ടുകളെല്ലാം തന്നെ കഴിയുന്നതും രാത്രി തന്നെ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അതായത് ഹർത്താലുമായി യോജിച്ച് നിൽക്കുന്നു എന്നതാണ്. മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. ജില്ലയിലെ മറ്റു ഹാർബറുകളുടെ സ്ഥിതിയെല്ലാം അങ്ങനെ തന്നെയാണ്. ചില ബോട്ടുകൾ ആഴ്ചകൾ എടുത്ത് മത്സ്യബന്ധനം നടത്തി വരുന്ന ബോട്ടുകളുണ്ട്. അങ്ങനെ ചിലത് മാത്രമേ ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നേ എന്നതാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ഈ ഹർത്താലുമായി യോജിച്ച് നിൽക്കുകയാണ്. തങ്ങളുടെ ജീവനോപാധി ഇല്ലാതാകും കടൽ മണൽ ഖനനം വന്നാൽ എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും സംഘടനകളുടെയും ഒക്കെ നിലപാട്. നമ്മളിപ്പം ബോട്ടുടമകളുടെ സംഘടനാ നേതാവാണ് ചേരുന്നത്. പ്രേമട്ട, എല്ലാവരും ഹർത്താലോട് യോജിച്ച് നിൽക്കുകയാണ് അല്ലെ? കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന കുറച്ചെങ്കിലും തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ സ്ഥിതി എന്താ? നമ്മളെ ഏരിയയിൽ മൊത്തത്തിൽ എല്ലാവരും ഇതിനോട് യോജിച്ച് തന്നെ നിൽക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള സമരം തന്നെയാണ്. മിക്ക ബോട്ടുകളും കരയിൽ അടുത്തിട്ടുണ്ട്. ഈ വന്ന ബോട്ടിൽ ചില ബോട്ടിലെല്ലാം മീനുകളുണ്ട്. പക്ഷെ ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇവിടെ മീൻ ഇറക്കൂല, മീൻ കയറ്റൂല, കച്ചവടം നടക്കൂല, വണ്ടിക്കാർ ലീവാണ്, പിന്നെ മീൻ എടുക്കുന്ന ആളുകൾ ലീവാണ്. മൊത്തം തന്നെ ഹർത്താൽ തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമരം തന്നെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള സമരം നടക്കും. 12-ാം തീയതി ഞങ്ങൾ പിന്നെ ഡൽഹിയിലേക്ക് പാർലമെന്റിന്റെ മുമ്പിലേക്ക് ഈ വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല രീതിയിൽ പ്രതിഷേധം നടന്നു. യാതൊരു കാരണവശാലും പിന്നോട്ടില്ല തന്നെയാണ്. ഒരു കാരണവശാലും ഞങ്ങളോട് ഇത് ഞങ്ങളെ ജീവിത പ്രശ്നമാണ്. ഇപ്പം തന്നെ കടലിൽ മത്സ്യമില്ല, കാലാവസ്ഥ വ്യതിയാനം, ഡീസൽ വിലക്കയറ്റം, ഇതെല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ആകെ പൊറുതിമുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ മണലെടുപ്പിക്കുന്ന ഒരു പദ്ധതി വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ. മത്സ്യത്തൊഴിലാളികൾ ഒന്നിക്കൽ ജീവിക്കുക ഇല്ലെങ്കിൽ മരിക്കുക എന്നൊരു രീതിയിലുള്ള സമരത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖനനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണത് പൊതുവെ ബാധിക്കുക? ഖനനം വന്നുകാണ്ട് കഴിഞ്ഞാലും മത്സ്യത്തിൻ്റെ സഞ്ചാരപാത, അതായത് മത്സ്യം കരയിൽ നിന്ന് പിന്നെ പുറംകടലിലേക്കും പുറംകടലിൽ നിന്ന് കരയിലേക്കും മത്സ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഖനനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സഞ്ചാരപാത തന്നെ വ്യത്യാസങ്ങൾ വരും. അതുകൂടാതെ ഈ മണ്ണെടുക്കുന്നതിൻ്റെ മുമ്പ് മൊത്തം ചളി വരെ അതിൻ്റെ അകത്ത് നീക്കുന്നുണ്ട്. അപ്പോൾ ഈ ചളി നീക്കുന്ന സമയത്ത് ഈ മത്സ്യത്തിൻ്റെ പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങളും ലവണങ്ങളും എല്ലാം ഈ ചളിയിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. അപ്പം അത് മത്സ്യത്തിന് ഈ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൂട്ടത്തോടെ പല ഭാഗത്തേക്കും പോകും. അതുമാതിരി തന്നെ മത്സ്യം അവിടെ കുറയും. അതുമാതിരി ഖനനം നടക്കുന്ന സമയത്ത് ഈ കടലിനും ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പിന്നെ ചലനങ്ങൾ ഉണ്ടാവും. ഈ ചലനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മത്സ്യം ആ ഭാഗത്തേക്ക് എത്തിപ്പെടാനും വേണ്ടി അവർക്ക് പറ്റൂല. അതുകൂടാതെ തന്നെ ഈ ഖനനം നടത്തുന്ന പിന്നെ കിലോമീറ്ററുകളോളം വിട്ടിട്ടേ നമ്മളെ ബോട്ടുകൾക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ബോട്ടുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ മീൻ കിട്ടാനും വേണ്ടി വളരെ പ്രയാസങ്ങൾ നേരിടും. അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമ്മളിഞ്ഞ് സമരം ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മൊത്തം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ സമരം തന്നെയാണ്. 10 മണിക്ക് ഇവിടെ നമ്മളൊരു ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ബോട്ടുടമകളും വണ്ടിൻ്റെ ഉടമകളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് വരും. അപ്പോൾ തീരത്തേക്ക് രാത്രി എത്തിയോ? ഹർത്താലാണല്ലോ. ഞങ്ങളിത് ജാതിഭേദ വ്യത്യാസമില്ലാതെ മത്സ്യത്തൊഴിലാളി മൊത്തത്തിൽ ഈ സമരപരിപാടിയായി മുന്നോട്ട് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ സക്ഷമമായി മുന്നോട്ട് പോകാൻ തീരുമാനം. എല്ലാവരും ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പദ്ധതി ഇടുന്നത്. കോഴിക്കോട് നിന്നുള്ള ബേപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ഇതാണ് KV രാഹുൽ പങ്കുവച്ചത്.